ഇടതു സർക്കാരിനെ തുറന്നുകാട്ടാനും പിണറായി വിജയന്റെ ഭരണത്തെ തകർത്തെറിയാനും കഴിയുന്ന തരത്തിൽ കോൺഗ്രസിനല്ലെങ്കിൽ UDF-ന് ഏറ്റവും നല്ല അവസരം നൽകിയത് ഭരണപക്ഷത്തെ തന്നെ MLA ആയിരുന്ന PV അൻവറാണ്. അതിൽ യാതൊരു സംശയവുമില്ല. തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഭരണകക്ഷി MLA ആയ അൻവർ തന്നെ പുറത്തു കൊണ്ടുവന്നതാണ് പിണറായി പ്രതിരോധത്തിലായത്. അതുവരെ UDF പോലും ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയിലായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞതിനേക്കാളെല്ലാം വലിയ രീതിയിൽ മൈലേജ് നൽകിയതും അൻവർ തന്നെയാണ് UDF-ന്. കാരണം അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനത്തു നിന്നുള്ള രാജി കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDF അവിടെ ചരിത്ര വിജയം നേടാൻ പോവുകയാണ്. LDF-ന്റെ മണ്ഡലമായ നിലമ്പൂർ UDF പിടിച്ചെടുത്താൽ അത് ഭരണപരാജയം എന്നുറപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അൻവറിനെ UDF-ഉം കോൺഗ്രസും ഒരിക്കലും മറക്കാൻ പാടില്ല. അദ്ദേഹം പാർട്ടി പ്രവർത്തനം ഉപേക്ഷിച്ചുകൊണ്ടല്ല MLA സ്ഥാനം രാജിവെച്ചത്. മറ്റൊരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി ഈ സംസ്ഥാനത്ത് അദ്ദേഹം ആ പാർട്ടിയെ നയിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് UDF-ന്റെ ഭാഗമാകാനും അങ്ങനെ സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വരും. MLA ആകണം, പറ്റുമെങ്കിൽ ഒരു മന്ത്രിയാകണം. അതിന് അദ്ദേഹത്തിന് ഒരു സീറ്റ് നൽകണം. അത് UDF-ലെ ഏതെങ്കിലും ഒരു ഘടകകക്ഷി നൽകിയേ മതിയാകൂ. UDF-ൽ ഏകദേശം 93ഓളം സീറ്റുകൾ കൈകാര്യം ചെയ്യുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് തന്നെ ഒരു സീറ്റ് നൽകുന്നതാണ് ഉചിതം. ഏതായാലും അദ്ദേഹം രാജിവെച്ച നിലമ്പൂർ സീറ്റ് തന്നെ അദ്ദേഹത്തിന് നൽകാൻ സാധ്യതയില്ല. പകരം ഒരു സീറ്റ് അത് എവിടെയെങ്കിലും നൽകിയിട്ട് കാര്യവുമില്ല. മലപ്പുറം ജില്ലയിൽ തന്നെ ആണെങ്കിൽ അതിന് വീറും വാശിയും മറ്റൊരു തരംഗവും ഉണ്ടാകും. അതുകൊണ്ട് പറഞ്ഞു കേൾക്കുന്നത് പ്രകാരം മലപ്പുറം ജില്ലയിലെ തവനൂർ സീറ്റ് നൽകാനാണ് സാധ്യത. കാലാകാലങ്ങളായി കോൺഗ്രസിൽ നിന്നും അന്യമായി പോകുന്ന തവനൂർ മണ്ഡലത്തിൽ KT ജലീൽ മാറി നിൽക്കുന്നതോടെ PV അൻവർ അവിടെ എത്തിയാൽ അനായാസം തവനൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ അൻവറിന് സാധിക്കും. പണ്ടത്തെ എടപ്പാൾ മണ്ഡലം പലപ്പോഴും കോൺഗ്രസിന്റെ MP ഗംഗാധരനൊക്കെ ജയിച്ചു വന്ന ഒരിടമാണ്. പക്ഷേ കോൺഗ്രസിന് തന്നെ UDF-ൽ ആ മണ്ഡലം ലഭിക്കുന്നുണ്ടെങ്കിലും ജയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ പിണറായി വിരുദ്ധതയും ഭരണവിരുദ്ധ വികാരവും ശക്തമാകുന്നതോടെ ഇപ്പോൾ മലപ്പുറം കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്ന നിലമ്പൂരും പൊന്നാനിയും അതുപോലെ മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടിരിക്കുന്ന താനൂറും അടക്കം മലപ്പുറം ജില്ലയിലെ 16 സീറ്റുകളും UDF-ന് പിടിച്ചെടുക്കാൻ സാധിക്കും. കോൺഗ്രസും സംഘടനാപരമായി മലപ്പുറം ജില്ലയിൽ നിലവിൽ വളരെ ശക്തരാണ്. മുസ്ലിം ലീഗിന്റെ ഈറ്റില്ലമാണ് മലപ്പുറം എന്നെല്ലാവർക്കും അറിയാം. അവരുടെ കൂടെ PV അൻവറിന്റെ പാർട്ടിയും കൂടിയാകുമ്പോൾ CPM-ന് മലപ്പുറം ജില്ലയിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും കഴിയില്ല എന്നുറപ്പാണ്. ഇന്ന് കോൺഗ്രസിന് നഷ്ടപ്പെട്ടിരിക്കുന്ന തവനൂരിൽ PV അൻവർ വരുമ്പോൾ നിലമ്പൂരിൽ മിക്കവാറും ആര്യാടൻ ഷൗക്കത്ത് MLA ആകും, അല്ലെങ്കിൽ VS ജോയിക്കും സാധ്യതാ പട്ടികയിൽ പേരുണ്ട്. മറ്റൊരു CPM ജയിച്ച മണ്ഡലമായ പൊന്നാനിയിലും കോൺഗ്രസ് ആണ് മത്സരിക്കാറുള്ളത്. അൻവറിന്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന പൊന്നാനിയിൽ കോൺഗ്രസിന് വളരെയധികം സാധ്യത കൽപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ ചാനൽ മുഖവും മലപ്പുറത്തെ KPCC സെക്രട്ടറിയുമായ KP നൌഷാദ് അലിയെ പോലെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയാൽ പൊന്നാനി പുഷ്പം പോലെ പിടിച്ചെടുക്കാൻ സാധിക്കും കോൺഗ്രസിന്. അതുപോലെയാണ് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് പരാജയപ്പെട്ട താനൂർ മണ്ഡലം. വെറും 950 വോട്ടിനാണ് മന്ത്രി അബ്ദുൾ റഹിമാൻ താനൂരിൽ വിജയിച്ചത്. അതും അനായാസം ഫിറോസിന് ജയിച്ചു വരാൻ കഴിയുന്ന ഒരു മണ്ഡലമായി ഇതോടെ മാറും. അങ്ങനെ കോൺഗ്രസിനും UDF-നും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച PV അൻവറിനെ മലപ്പുറം ജില്ലയിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കുക വഴി മുഴുവൻ സീറ്റുകളും UDF-ന് സ്വന്തമാക്കാം. അതിൽ 2 സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുന്ന കോൺഗ്രസിന് തന്നെയാണ് നേട്ടം കൂടുതലും. അൻവറിന് ഒരു സീറ്റ് നൽകിയാൽ മലപ്പുറത്തെ ബാക്കിയുള്ള 15 സീറ്റുകളും UDF-ന് സ്വന്തമാക്കാം.